പൂക്കോട് വെറ്ററിനറി കോളേജിലെ ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI സംഘം നാളെ ഹോസ്റ്റലിൽ പരിശോധന നടത്തും. സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന നടത്താനാണ് തീരുമാനം. മൃതദേഹം കണ്ടവരോട് ഹാജരാകാൻ CBI നിർദ്ദേശം നൽകിയിരിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ആരോടൊക്കെയാണ് നാളെ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്? ഒപ്പം നാളത്തെ പരിശോധന എങ്ങനെയാവും? ഗോകുൽ, നിലവിൽ CBIയുടെ 10 അംഗ സംഘമാണ് വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 SP-മാരുണ്ട്. SP സുന്ദർവേൽ, അതോടൊപ്പം തന്നെ ഉപാധ്യായ, NK ഉപാധ്യായ, 2 SP-മാരുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണുള്ളത്. 2 മലയാളി ഓഫീസർമാർ ഈ സംഘത്തിലുണ്ട്. ഒരാൾ തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നുള്ള അംഗമാണ്. അതോടൊപ്പം തന്നെ ഡൽഹി യൂണിറ്റിൽ നിന്ന് മറ്റൊരു അംഗം കൂടി ഈ സംഘത്തിന്റെ ഭാഗമായുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി മൊഴി വിശദമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തുകയായിരുന്നു. നേരത്തെ ഹോസ്റ്റൽ, അതായത് അന്വേഷണം ഏറ്റെടുത്ത ശേഷം FIR സമർപ്പിച്ച ശേഷം ഈ സംഘം നേരെ എത്തി ഹോസ്റ്റലിൽ ഉൾപ്പെടെ ഒരു പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ ഇതിനുശേഷം കൂടുതൽ ശാസ്ത്രീയ പരിശോധന, അതായത് കൊലപാതകമാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ബന്ധുക്കൾ ഇത്തരത്തിലുള്ള ആരോപണം ഉയർത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു അന്വേഷണം, അതായത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതുകൊണ്ട് തന്നെയാണ് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന നടത്തുന്നത്. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നാളെ രാവിലെ തന്നെ ഈ പരിശോധന ആരംഭിക്കാനുള്ള നീക്കമാണ് CBI സംഘം നടത്തുന്നത്. 10 ഉദ്യോഗസ്ഥരും ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് തന്നെ ഉണ്ടാകും. ഫോറൻസിക് സംഘം നാളെ രാവിലെ എത്തും. അവരുടെ നേതൃത്വത്തിലാകും ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന നടക്കുക. ഹോസ്റ്റലിനകത്ത് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഡോർമെട്രി ഉൾപ്പെടെ ഡോർമെട്രിയിലെ ശുചിമുറി അടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ മരണത്തിലെ അസ്വാഭാവികത ഉണ്ടോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. ഇത് നീക്കുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കൂടുതൽ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ മൊഴികൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതായത് വിശദമായ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. 5ഓളം വിദ്യാർത്ഥികളെ ഓരോ ദിവസവും വിളിപ്പിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ തന്നെ പരിശോധന ആരംഭിക്കാനുള്ള നീക്കമാണ് CBI സംഘം നടത്തുന്നത്. ഗോകുൽ. ശരി സുർജിത്ത്, പൂക്കോട് വെറ്ററിനറി കോളേജ് ക്യാമ്പസിൽ അതിക്രൂര മർദ്ദനത്തിനിരയായ മരിച്ച നിലയിൽ കണ്ടെത്തിയ ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ CBI നിർണായക നടപടികളിലേക്ക് കടക്കുന്നത്. നാളെ ക്യാമ്പസിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം കണ്ടെത്തിയ ഇടങ്ങളിൽ അടക്കം ശാസ്ത്രീയ പരിശോധന നടത്താനാണ് CBI സംഘത്തിന്റെ തീരുമാനം.